നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. നന്നായി, കുറെ കാലമായി പീഡിപ്പിക്കപ്പെടുന്നവരല്ലേ ആത്മഹത്യ ചെയ്യുന്നത്, ഇനി തിരിച്ചാകട്ടെ എന്ന് ശ്രീലക്ഷ്മി അറക്കൽ. ദീപക് ജീവനൊടുക്കിയത് വാർത്തയായപ്പോൾ ആക്ടിവിസ്റ്റ് ശ്രീലക്ഷ്മി അറക്കൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പുകളാണ് ചർച്ചയാകുന്നത്. ദീപക് ആത്മഹത്യ ചെയ്തത് നന്നായെന്നും കുറെ കാലമായി പീഡിപ്പിക്കപ്പെടുന്നവരല്ലേ ആത്മഹത്യ ചെയ്യുന്നത്, ഇനി തിരിച്ചാകട്ടെ എന്നുമാണ് ശ്രീലക്ഷ്മി കുറിച്ചത്. ഈ മരണത്തിലൂടെയെങ്കിലും ബസ്സിൽ ആക്രമിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് നീതി കിട്ടട്ടെ. ആരെങ്കിലും ആത്മഹത്യ ചെയ്യുമെന്ന് കരുതി നിങ്ങൾക്ക് നേരെ നടക്കുന്ന ചൂഷണം മൊബൈലിൽ പകർത്തുന്നത് നിർത്താതിരിക്കുക. ഇനിയെങ്കിലും ബസ്സിൽ കയ്യും കാലും മുതുകും കൊണ്ട് ആക്രമിക്കാൻ വരുന്ന ആളുകളൊന്ന് കയ്യും കാലും അടക്കി വെക്കുക. സന്തോഷം എന്നായിരുന്നു ആദ്യം പങ്കുവച്ച കുറിപ്പ്. പ്രതിഷേധം ശക്തമായപ്പോൾ ഈ കുറിപ്പ് നീക്കം ചെയ്യപ്പെട്ടു. ശേഷം മറ്റൊരു പോസ്റ്റുമായി ശ്രീലക്ഷ്മി എത്തി. നമ്മുടെ നാടിന്റെ ഒരു ഗതികേട് നോക്കണം. ലൈംഗിക അതിക്രമങ്ങൾക്ക് അത് നേരിടുന്ന ആളുകൾ ആ സമയത്ത് തെളിവുണ്ടാക്കി വെക്കണം. അല്ലെങ്കിൽ കിടന്നുകൊടുത്തു, എൻജോയ് ചെയ്തില്ലേ എന്നൊക്കെ ഉള്ള കമന്റുകൾ നേരിടേണ്ടി വരും. നടി ആക്രമിക്കപ്പെട്ട കേസിൽ തെളിവുണ്ടായിട്ട് പോലും അവരെയും പൾസർ സുനിയെയും ചേർത്ത് എന്ത് മോശം കഥകളാണ് സോഷ്യൽ മീഡിയയിൽ ഓരോ ആളുകൾ എഴുതിയുണ്ടാക്കുന്നത്. ഇപ്പോൾ ഉണ്ടായ സംഭവത്തിൽ ഒരിക്കലും ആ പെൺകുട്ടിക്ക് എതിരെ കേസ് എടുക്കരുത്. കാരണം കേസ് എടുത്താൽ നാളെ വേറൊരു പെൺകുട്ടിക്ക് പ്രതികരിക്കാനോ ഇതുപോലെ വീഡിയോ എടുത്ത് തെളിവ് സൂക്ഷിക്കാനോ കഴിഞ്ഞെന്ന് വരില്ല. അയാൾ തെറ്റ് ചെയ്തില്ലെന്ന് എന്തുറപ്പാണ് നിങ്ങൾക്കുള്ളത്? എനിക്ക് ആ വീഡിയോ കണ്ട മാത്രയിൽ തന്നെ മനസ്സിലായി അയാൾ വൃത്തികെട്ടവനാണെന്ന്. ഇല്ലെങ്കിൽ ഒരിക്കലും അവളുടെ ശരീരത്ത് സ്പർശിക്കില്ലായിരുന്നു. വീഡിയോ എടുക്കുന്നതിന് മുൻപ് തന്നെ അയാൾ സ്പർശനം തുടങ്ങിയെന്ന കാര്യം തന്നെ കൃത്യമാണ്. ബസ്സിൽ ഇത്തരം അനുഭവങ്ങൾ അനുഭവിച്ചവർക്ക് അത് കറക്റ്റായി മനസ്സിലാകും. ബസ്സിൽ കയറി പിടിക്കുന്ന ബിരുദന്മാർ ഭയങ്കര അഭിനയമാണ്. അവന്മാർക്ക് കറക്റ്റ് അറിയാം എങ്ങനെ ഒന്നും അറിയാത്ത പോലെ നിന്നിട്ട് തട്ടുകയും മുട്ടുകയും ചെയ്യണമെന്ന്. ഇതുപോലത്തെ അനുഭവം വരുമ്പോൾ എല്ലാവർക്കും ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പോലും പറ്റില്ല. കാരണം അങ്ങനെയാണ് നമ്മൾ വളർന്നു വന്നത്. പ്രതികരിക്കുന്ന പെൺകുട്ടികളെ കേസ് കൊടുത്ത് ഒതുക്കാൻ നോക്കുന്നത് ഇനി പെൺകുട്ടികൾ പ്രതികരിക്കാതെ ഇരിക്കാൻ വേണ്ടിയാണ്. എങ്കിൽ മാത്രമേ ഇവന്മാർക്ക് ഇതുപോലെ അതിക്രമം ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് ഒരിക്കലും ആ പെൺകുട്ടിക്ക് നേരെ കേസ് എടുക്കരുതെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്നായിരുന്നു ശ്രീലക്ഷ്മി അറക്കലിന്റെ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടതോടെ നിരവധി പേരാണ് ശ്രീലക്ഷ്മി അറക്കലിനെ വിമർശിച്ചെത്തിയത്. വീഡിയോ എടുത്ത് തെളിവുണ്ടാക്കി വെക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ അത് സോഷ്യൽ മീഡിയയിൽ ഇടുകയല്ല ചെയ്യേണ്ടത്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണ് വേണ്ടത് എന്നുള്ള രീതിയിലായിരുന്നു കമന്റുകൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.